കൂട്ടുകാർക്കും മംഗല്യ മംഗൂസ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെന്റിലേറ്ററിൽ എങ്ങനെ HFNC കുട്ടികൾക്ക് കൊടുക്കാമെന്നാണ്. ഞാൻ ആദ്യമായിട്ട് പറഞ്ഞിരുന്നു വീഡിയോയിൽ HFNC എങ്ങനെ കുട്ടികൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് വെന്റിലേറ്ററിൽ എങ്ങനെ HFNC കൊടുക്കാമെന്ന് നമുക്കിപ്പോൾ നോക്കാം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് വെന്റിലേറ്ററും അതിൻ്റെ പാർട്സിനെ കുറിച്ചാണ്. നമുക്കിതാണ് വെന്റിലേറ്റർ. വെന്റിലേറ്ററിൻ്റെ ഇത് മോണിറ്റർ കാര്യങ്ങൾ, ഇതിലാണ് നമുക്ക് എന്താണ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ സെറ്റ് ചെയ്യും. ഇതിൻ്റെ കംപ്രസർ എന്ന് പറയുന്നത് ഇതാണ്, ഈ മെഷീൻ്റെ കംപ്രസർ. നമുക്കിവിടെ സെപ്പറേറ്റ് സ്പോട്ട് ഇല്ലാത്തതുകൊണ്ടാണ് കംപ്രസർ ഇതിനകത്ത് തന്നെ അവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ട്യൂബിങ്സും കാര്യങ്ങളും പഠിക്കാം. ഇത് വെന്റിലേറ്റർ ട്യൂബിങ്സ്, ഇതാണ് ഇതിൻ്റെ ടെസ്റ്റ് ലങ്ങ. ഇത് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒന്ന് ഇൻസ്പിറേഷനും ഒന്ന് എക്സ്പിറേഷനുമാണ്. ഇതാ ഒന്ന് ഇൻസ്പിറേഷൻ്റെ അവിടെ നമ്മളിത് കണക്ട് ചെയ്യുന്നു, രണ്ടാമത് ഇത് എക്സ്പിറേഷൻ്റെ അവിടെ. ഒന്ന് അകത്തോട്ട് എടുക്കുന്നതും ഒന്ന് പുറത്തോട്ട് എടുക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഇത് എടുക്കുന്നത്. ഇത് ടെസ്റ്റ് ലങ്ങ. അത് നമ്മൾ പേഷ്യൻറ്റ് കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ടെസ്റ്റ് ലങ്ങാണ് ഇപ്പം ഞാൻ ഉപയോഗിച്ച് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അവിടെ ഓൺ ആക്കുന്നത് നോക്കാം. ഇതാണ് എയർ കംപ്രസർ, ഇതാണ് നമ്മുടെ മെഷീൻ്റെ ഇത് വരുന്നത്. ഇത് രണ്ടും നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യുക. അതിൻ്റെ ശേഷം എന്ത് ചെയ്യുക, ഫസ്റ്റ് നമ്മൾ കംപ്രസറാണ് എപ്പോഴും ഓൺ ചെയ്യേണ്ടുന്നത്. അതിൻ്റെ ശേഷം മാത്രമേ വെന്റിലേറ്ററിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യാവൂ. ഇനി നമുക്ക് അടുത്തതാണ് മോട്ടർ. ഇതാണ് നമ്മുടെ പവർ ബട്ടൺ. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഓൺ ആയിട്ട് വരും. ഇതാണ് ഇവിടെ മോഡ് വരിക. ഇപ്പം നമ്മൾ ന്യൂ പേഷ്യൻ്റ്, ഇപ്പം ലാസ്റ്റ് ഓൾറെഡി പേഷ്യൻ്റ് യൂസ് ചെയ്താണെങ്കിൽ ലാസ്റ്റ് പേഷ്യൻ്റെ ലിസ്റ്റും കാര്യങ്ങളും, അതായത് ആ പേഷ്യൻ്റ് എന്തൊക്കെയാണ് യൂസ് ചെയ്തത് അതെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ ന്യൂ പേഷ്യൻ്റ് വേണമെങ്കിൽ ന്യൂ പേഷ്യൻ്റ് സെലക്ട് ചെയ്യുക. അത് അഡൽട്ട് ആണോ പീഡിയാട്രിക് ആണോ നിയോനറ്റിലാണോ ഏതാണോ അതിൻ്റെ അനുസരിച്ച് നമ്മൾ ഓരോന്നും സെറ്റ് ചെയ്ത് പോകുന്നത്. ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് HFNC എങ്ങനെ വെന്റിലേറ്ററിൽ എങ്ങനെ HFNC കണക്ട് ചെയ്യാന്നുള്ള രീതിയാണ്. അപ്പം ഞാൻ ഇനി HFNCയെ കുറിച്ച് കൂടുതലായിട്ട് ഇന്ന് പറയാം. ഇനി നമുക്ക് വെന്റിലേറ്ററിൽ എങ്ങനെ HFNC സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. ആദ്യം ഫസ്റ്റിലേക്ക് നമുക്ക് മോഡിലേക്ക് പോകാം. ഇതിനകത്ത് നമുക്ക് ഓൾറെഡി ഉണ്ട്, മോഡ്സിനകത്തുണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം. ഇനി നമുക്ക് വേണ്ടത് HFNC. ഇതാ HFNCയിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു, കൺഫേം ആക്കുന്നു. കൺഫേം ആക്കിയതിന് ശേഷം ഡോക്ടേഴ്സ് ഏതാണോ പറയുന്നത് ആ ഫ്ലോയും FOയും നമ്മൾ ഇതിനകത്ത് സെലക്ട് ചെയ്യണം. ഫസ്റ്റ് ഇപ്പോൾ 15 വേണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഫസ്റ്റ് ഞെക്കുന്നു. ഒന്നുകിൽ രണ്ട് രീതിയിലാണ്. ഇങ്ങനെ തിരിക്കുന്ന സമയത്ത് ഈ നോ ബട്ടൺ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്ന സമയത്ത് കൂടുകയും കുറയുകയും ചെയ്യും. അങ്ങനെ വേണം നമുക്ക് കൊണ്ടുവന്നിട്ട് 15 ആക്കാം. ഒന്ന് പ്രസ് ചെയ്യുന്നു. അതിൻ്റെ കൂടെ തന്നെ FOH അത് എത്രയാണോ വേണ്ടത്, 75 ആണോ 45 ആണോ 50 ആണോ ഏതാണോ വേണ്ടത് ആ രീതിയിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാം. അത് ഇതുപോലെ സെയിം ഇതുപോലെ തന്നെ നമുക്കിപ്പോൾ 70 മതി എന്നുള്ള രീതിയിൽ 70 ആക്കി അത് നമ്മൾ കൺഫേം അടിക്കുന്നു. അതിൻ്റെ ശേഷം നമ്മൾ സ്റ്റാർട്ട് വെന്റിലേഷൻ കൊടുക്കുന്നു. ഇതാണ് HFNCയുടെ ഇത് വരിക. ഇനി നമുക്ക് HFNC പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പേഷ്യൻറ്റ് ഒരു നെബുലൈസേഷൻ ഉണ്ട്. ഇപ്പോൾ സെക്കൻഡ് അവറിൽ അല്ലെങ്കിൽ 4th അവറിൽ നെബുലൈസേഷൻ വരുന്ന സമയത്ത് നമുക്ക് നെബുലൈസേഷനും ഇതിൽ തന്നെ എങ്ങനെ നെബുലൈസേഷൻ കൊടുക്കാൻ നോക്കാം. ഫസ്റ്റ് നമ്മൾ നെബുലൈസേഷൻ്റെ ഈ ബട്ടണിലേക്ക് പ്രസ് ചെയ്യുക. ഇതാണ് നെബുലൈസേഷൻ കൊടുക്കുന്നത്. ഇത് O2 ആണ്. അപ്പോൾ നമ്മളിത് വന്നതിന് ശേഷം നമ്മളാണ് എങ്ങനെ എത്ര 15 മിനിറ്റ് കൊണ്ട് പോകണോ അതോ 20 മിനിറ്റ് കൊണ്ട് പോകണോ നമ്മൾ ഡിസൈഡ് ചെയ്യാം. 15 മിനിറ്റ് കൊണ്ട് പോകണമെങ്കിൽ ഇത് ചെയ്തിട്ട് സ്റ്റാർട്ട് ആക്കിയാൽ മാത്രം മതി. ഇല്ല 20 മിനിറ്റ് കൊണ്ട് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ നോബ് ബട്ടൺ തിരിച്ച് 20 മിനിറ്റ്സിലേക്ക് ആക്കാം. സ്റ്റാർട്ട് ആക്കുന്നതിന് മുമ്പേ നമ്മൾ സാധാ നെബുലൈസേഷന് മരുന്നെടുത്തതിന് ശേഷം ഏതാണോ റെസ്ക്യൂള് അല്ലെങ്കിൽ ഏതാണോ മരുന്നെന്ന് വെച്ചാൽ അത് എടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ അറ്റം നമ്മൾ ഇവിടെ ഈ നോബിലേക്ക് വയ്ക്കാം. എന്നിട്ടാണ് നമുക്ക് ഈ സൈഡ് കുട്ടിക്ക് യൂസ് ചെയ്യുന്നത്. സ്റ്റാർട്ട് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ഇതിലേക്കൂടെ ഫ്യൂംസ് വരുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാമെന്ന് ഞാൻ കരുതുന്നു. ഫ്യൂംസ് വരുന്നതായിരിക്കും. ഇതാ ഇനി ആവശ്യമില്ല, കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടോ നമുക്കൊന്ന് നിർത്തണമെങ്കിൽ ഒന്നുമില്ല, സ്റ്റോപ്പ് ബട്ടണിലേക്ക് ഞെക്കുക, അത് ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ആകുന്നതായിരിക്കും. നമുക്ക് HFNC സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഏതാണോ ക്യാനില കുട്ടികളുടെ സൈസിൻ്റെ അനുസരിച്ച് ക്യാനിൽ നമ്മൾ എടുത്തതിന് ശേഷം ഇവിടേക്ക് കണക്ട് ചെയ്തിട്ടാണ് നമുക്ക് ബാലൻസ് കുട്ടിയുടെ മൂക്കിലേക്ക് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അയക്കാം. ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നതായിരിക്കും. വെന്റിലേറ്റർ എങ്ങനെ ഓഫ് ആക്കിടുന്നത് നോക്കാം. പവർ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം സ്റ്റാൻഡ് ബൈ മോഡ് വരും. ഫസ്റ്റ് നമ്മൾ സ്റ്റാൻഡ് ബൈ മോഡാണ് ഇടേണ്ടത്. കൺഫേം അടിക്കുക. എന്നിട്ടാണ് നമുക്കിപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ സമയത്ത് തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇല്ല എങ്കിൽ ഓഫ് ആക്കണമെങ്കിൽ പവർ ബട്ടണിൽ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പം മോട്ടർ ഓഫ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കംപ്രസറും മെഷീനുമാണ് ഓഫ് ചെയ്യേണ്ടത്.
നമുക്കിതെങ്ങനെ ഓഫ് ആക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ആദ്യം കാണിച്ചിരുന്നത് കംപ്രസർ ഓണാക്കി, അതിനുശേഷം മെഷീൻ ഓണാക്കി, പിന്നെ മോട്ടർ ഓണാക്കി. ഇത് നേരെ ഓപ്പോസിറ്റ് ആണ്. ഇത് നമ്മൾ ആദ്യം ഓഫ് ആക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടർ ഓഫ് ആക്കണം, അതിന്റെ ശേഷം മെഷീൻ ഓഫ് ആക്കണം. ഇതാ മെഷീൻ ബട്ടൺ ഓഫ് ആക്കി, അതിന്റെ ഏറ്റവും അവസാനമാണ് കംപ്രസർ ബട്ടൺ ഓഫ് ആക്കേണ്ടത്. എന്നിട്ട് നമ്മൾ O2 സ്പോട്ട് കാര്യങ്ങൾ റിമൂവ് ചെയ്യും. റെറ്റിൽ എങ്ങനെ HFNC കൊടുക്കുക എന്നുള്ള ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ ഞാൻ കാണുന്നതായിരിക്കും. ബൈ.